വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മൾ നല്ലൊരു ഫിഷ് പിക്കിളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അധികം മുള്ളൊന്നും ഇല്ലാത്ത നല്ല കഷ്ണം മീനൊക്കെ ആയിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ എന്ത് മീൻ കൊണ്ടും നമുക്ക് പിക്കിൾ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ കേട്ടോ. എന്തിനാ പറയുന്നത്, നല്ല മത്തി കിട്ടിയാൽ പോലും നമുക്ക് നല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ മത്തിയുടെ അച്ചാർ. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്ക് കേട്ടോ. ഞാൻ ഇന്നിവിടെ മുള്ളൊന്നും ഇല്ലാത്ത നല്ല മീനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് ചെറിയ പീസാക്കിയാണ് മുറിച്ചേക്കുന്നത്, കാരണം അത് കുറച്ച് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടണമല്ലോ. ഒരു 1.5 കിലോ മീനുണ്ട് ഇത്. അപ്പോൾ അതിലേക്ക് നമ്മളിത് ഫ്രൈ അല്ലേ ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണേ. ആദ്യം ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം ഒരു അരമണിക്കൂർ. പിന്നെ മുളക് പൊടി അത് ഒരു ടേബിൾ സ്പൂൺ മതി. നമ്മൾ ഈ ഫ്രൈ ചെയ്യുമ്പോൾ അങ്ങനെ ഒരുപാട് മസാലയുടെ ആവശ്യമില്ലേ. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒന്ന് പുരട്ടി വെക്കണേ. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത്, ഒരുപാട് മുളക് പൊടി ആദ്യം ചേർക്കരുത് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറഞ്ഞതൊരു അരമണിക്കൂർ, 1 മണിക്കൂർ ഇരിക്കുകയാണെങ്കിൽ വളരെ നല്ലത്. കാരണം ഇത് മസാലയൊക്കെ ഈ ഫിഷിനകത്ത് നന്നായിട്ട് പിടിച്ചിട്ട് നല്ല സെറ്റായി കിട്ടുമെന്നിടും കേട്ടോ. മീനിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ആകണം കേട്ടോ. ഇനി ഞാനിവിടെ ഒരു മണിക്കൂർ ഒന്ന് വെച്ചേക്കുവേ. വീഡിയോസൊക്കെ കഴിയുന്നതും നമ്മൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ടിപ്സൊക്കെ നമ്മൾ പറഞ്ഞു തരും. അപ്പോൾ അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോ ഫുള്ളായിട്ട് കാണണം. 1 മണിക്കൂറിന് ശേഷം നമുക്കിത് ആദ്യം ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു കടായിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒഴിച്ചേക്കുന്ന എണ്ണ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലിനകത്ത് ഇത് വറുത്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഫിഷാണ് ഇത്. ഇതിനകത്തിട്ട് നമുക്ക് വറുത്തെടുക്കാം. നല്ലെണ്ണയിൽ വേണേൽ നല്ലെണ്ണയിൽ വറുക്കാം, അല്ല വെളിച്ചെണ്ണ, ചിലർക്ക് വെളിച്ചെണ്ണയായിരിക്കും ഇഷ്ടം കേട്ടോ. വെളിച്ചെണ്ണ എടുത്തു കഴിഞ്ഞാലുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നത് പൂക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത് കാരണം കഴിയുന്നത് വെളിച്ചെണ്ണയിൽ വറുക്കാൻ ഞാൻ ഉപയോഗിക്കാറില്ല. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനുള്ളതാണെങ്കിൽ ഇപ്പം ചിലർക്ക് ഇഷ്ടമാകത്തില്ലല്ലോ വേറെ ഓയിലിൻ്റെ ടേസ്റ്റ് ഒന്നുമേ. അപ്പം അങ്ങനെയാണെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി വെച്ചത് അധിക ദിവസം പുറത്ത് വെക്കാതെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണേ. നമ്മളിവിടെ കുറേശ്ശെ മീനിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഈ മീൻ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, മീൻ ഇട്ട് കഴിഞ്ഞ് ഒരു 2 മിനിറ്റത്തേക്ക് ഇളക്കല്ല് കേട്ടോ. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കാവുള്ളൂ. അതുപോലെ കുറച്ച് ഇടവിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 10 മിനിറ്റ് നമ്മൾ ഈ മീൻ ഫ്രൈ ചെയ്യണം കേട്ടോ. എന്നാലേ ശരിക്ക് അത് മൂത്ത് വരത്തുള്ളൂ. നല്ലപോലെ മൂത്തില്ലെങ്കിൽ പെട്ടെന്ന് അത് കേടായി പോകും. എന്ന് വെച്ച് ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോകരുത് കേട്ടോ. അതുപോലെ നോക്കി ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേ വെക്കാവുള്ളേ. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, പെട്ടെന്ന് മീൻ കരിഞ്ഞു പോകും. അതിൻ്റെ പുറഭാഗം കരിഞ്ഞിട്ട് അകം വേഗവാതെ ഇരിക്കും. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചൊരു 10 മിനിറ്റ് അത് ഇടയ്ക്കൊന്ന് ഇളക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ 2 പ്രാവശ്യം അത് വറുത്ത് കോരിയിട്ടുണ്ട്. ഇത് ലാസ്റ്റത്തെ മീനാണ്. ഇപ്പം പെട്ടെന്ന് ശരിയാവും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വെളിച്ചെണ്ണയിലേ ഉണ്ടാക്കുന്നെങ്കിലുണ്ടല്ലോ പുറത്ത് അധിക ദിവസം വെച്ചേക്കരുതേ. അതൊരു നല്ല ഉണങ്ങിയ കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. നമ്മളിവിടെ ഒരു ചട്ടി വെച്ചിട്ട് നമ്മൾ ആ മീൻ വറുത്ത എണ്ണയില്ലേ, ആ സെയിം എണ്ണയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തേക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ആ മീനിൻ്റെ ആ ഫ്ലേവർ എല്ലാം ആ എണ്ണയെ കാണുമേ, അതുകൊണ്ട് അങ്ങനെ ചേർക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇടണേ. ആ ഉലുവ ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഉണ്ട്. പിന്നെ ഒരു 4 പച്ചമുളകാണ് ഞാൻ ചേർത്തേക്കുന്നത്. നല്ല എരിവുള്ള പച്ചമുളകാണ്. ഇത് പൊട്ടി കഴിയുമ്പോൾ നമുക്കിത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആകണം. ഇതിൻ്റെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറണം. ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ അതൊന്നും ഫ്രൈ ആകുകയും വേണം. കാരണം ഇതിനകത്ത് വെള്ളമയം കുറച്ച് അങ്ങ് മാറി കിട്ടണം. അതിനായിട്ടാണ് നല്ലപോലെ ഫ്രൈ ചെയ്യണമെന്ന് പറയുന്നത്. ബ്രൗൺ കളറൊന്നും ആകണ്ട കേട്ടോ, അല്ലാതെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയാൽ മതി. അപ്പം അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നന്നായിട്ട് മൂത്തിട്ടുണ്ടെന്ന്. നമ്മളിത് വഴറ്റാൻ തുടങ്ങിയിട്ട് ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ പച്ചമുളകും അതുമൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില നമ്മൾ കഴുകിയെടുക്കുന്ന കാരണം അതിനകത്ത് കുറച്ച് വെള്ളം കാണും കേട്ടോ. അതാണ് ഈ പൊട്ടുന്നത്. അപ്പം അതിൻ്റെ ആ വെള്ളം എല്ലാം ഒന്ന് മാറി കിട്ടണേ. അപ്പോൾ ആ കറിവേപ്പിലയൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. അതിൻ്റെ വെള്ളമയം എല്ലാം മാറി. കാരണം വെള്ളം അങ്ങനെ വരുമ്പോൾ അച്ചാർ കേടായി പോവേ. അതുകൊണ്ടാണ് എല്ലാം നല്ലപോലെ
നമ്മൾ ഫ്രൈ ആക്കി എടുക്കുന്നത്. ഇപ്പോൾ ഇതെല്ലാം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് പൊടികളാണ് ചേർക്കേണ്ടത്. ഞാനൊരു 3.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അത്രയാണിത്. ഫ്ലെയിം സിമ്മിലേക്ക് ആക്കി വെക്കണം ആദ്യം. എന്നിട്ട് നമുക്ക് ഈ പൊടികൾ ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് പൊടി കരിഞ്ഞു പോകും. സിമ്മിലേക്ക് വെച്ചേക്കുവാണേ. എന്നിട്ട് ഒരു സ്വല്പം നേരം ഒന്ന് ഇതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഉണ്ടല്ലോ അതൊന്നും മാറി കിട്ടണേ. അധികം നേരം വേണ്ട, 1 മിനിറ്റ് മതി. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു സ്വല്പം പെരുജീരകം പൊടിച്ച് വെച്ചേക്കുക, ഒരു 1/2 ടീസ്പൂൺ. ഇനി നമുക്ക് ഒരു 1/4 കപ്പ് വിനിഗർ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാവേ. ഉപ്പ് കൂടല്ലേ, ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ 2 ഇട്ടാൽ മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ഉപ്പ് നോക്കണമെന്ന്. നമ്മൾ മീനകത്ത് നമ്മൾ ഉപ്പ് പുരട്ടിയാണ് വെച്ചേക്കുന്നത്. അപ്പം അത് ഓർക്കാതെ പെട്ടെന്ന് കയറി ഉപ്പ് കൂട്ടിയിടരുത്. ഒന്ന് നോക്കിയേക്കണേ. നമുക്ക് ഈ രീതിയിൽ നമുക്ക് മീനിട്ടിട്ട് ഇതേപോലെ ഈ ഗ്രേവിയിൽ ഈ വിനിഗറൊക്കെ ഒഴിച്ച് ഇപ്പം ഈ ഗ്രേവിയിലിട്ട് നമുക്ക് അച്ചാറുണ്ടാക്കി വെക്കാം. ചിലർക്കുണ്ടല്ലോ ഒരു സ്വല്പം ഗ്രേവി വേണം അച്ചാറിന്. അങ്ങനെയുള്ളവർക്ക് ഒരു സ്വല്പം വെള്ളം തിളപ്പിച്ച് ആറിച്ചതിന് ശേഷം ഒഴിക്കണം. ഞാനിപ്പോൾ കാണിച്ചു തരാവേ. ഇതാകുമ്പോൾ നല്ല കുഴഞ്ഞു പെരണ്ട് ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ചെയ്താൽ ഉണ്ടല്ലോ അച്ചാർ ഒട്ടും കേടാകത്തില്ല. കാരണം നമ്മൾ ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല. നല്ല കുഴഞ്ഞ് പെരണ്ടിരിക്കും. ഈ ഗ്രേവി നാളെ ഒന്ന് എടുത്ത് നോക്കാമെങ്കിലുണ്ടല്ലോ ഒട്ടും കാണത്തില്ല. ഇപ്പം ഈ കാണുന്ന പോലും കാണത്തില്ല. അപ്പോൾ ചിലർക്ക് അത് ഇഷ്ടമല്ല. ഒരു സ്വല്പം ഗ്രേവി ഉള്ളതാണ് ഇഷ്ടം. കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ ഇതങ്ങ് കുറച്ചുകൂടെ വറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ നല്ലപോലെ ഫ്രൈ ആക്കി വെച്ചേക്കുന്നതല്ലേ. അപ്പോൾ ഈ ഗ്രേവി ഇതിനകത്തോട്ട് അങ്ങ് പിടിച്ചിട്ടങ്ങ് നല്ല ഡ്രൈ ആയി പോകും. അപ്പോൾ ഇച്ചിരി കുറച്ചുകൂടെ ഗ്രേവി വേണമെന്നുള്ളവർക്ക് മാത്രം കേട്ടോ. നിർബന്ധമില്ല. അത് നിങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ ഇഷ്ടമെന്ന് നിങ്ങളുടെ ഇഷ്ടം. അതൊക്കെ ഇങ്ങനെ മതിയെങ്കിൽ ഇങ്ങനെ എടുത്ത് നല്ലപോലെ ഡ്രൈ ആയിട്ടുള്ള ഒരു കുപ്പിയിൽ എടുത്ത് വെച്ചാൽ മതി. കുറച്ചുകൂടെ ഗ്രേവി വേണമെന്നെങ്കിൽ ഞാനിവിടെ 1 കപ്പ് വെള്ളം നല്ലപോലെ തിളപ്പിച്ച് തണുപ്പിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. ആ 1 കപ്പ് വെള്ളം നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇങ്ങനെ ഈ വെള്ളം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതേപോലെ ഇരിക്കുമെന്ന്. നാളെ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇത് ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം ഈ ചട്ടി തന്നെ വെച്ചേക്കും. അപ്പം നാളെ ആകുമ്പോൾ ഉണ്ടല്ലോ ഈ വെള്ളം എല്ലാം പിടിച്ച് നല്ല ഗ്രേവി എല്ലാം കുറേ അങ്ങ് വറ്റി നമുക്ക് കുറച്ചൊരു ഗ്രേവി ആയിട്ടുള്ള ഒരു അച്ചാറായിട്ട് നമുക്ക് കിട്ടും. നമ്മളിപ്പം ഇതിനകത്ത് 1/4 കപ്പ് വിനിഗറല്ലേ ഒഴിച്ചേക്കുന്നത്. നമുക്ക് ആ ഒരു പുളി ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടണം. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ, ഒരു 1/4 ടീസ്പൂൺ മതി കേട്ടോ. ഷുഗറും കൂടെ ഒന്ന് ആഡ് ചെയ്യണേ. ഭയങ്കരമായിട്ടുള്ള ആ പുളി ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടും കേട്ടോ. അതിനായിട്ടാണ്. ഇപ്പം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യമില്ല. പഞ്ചസാര ഇടാതെ വെച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഇതിരുന്ന് തണുത്ത് നാളെ ഞാൻ കാണിച്ചു തരാം. അപ്പം നല്ലപോലെ കുറുകി ഈ ഗ്രേവിയൊക്കെ കുറേ അങ്ങ് വറ്റി നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ഗ്രേവിയായിട്ട് ഈ അച്ചാർ മാറും. നാളെ ഞാൻ ഉപ്പൊക്കെ ഇനി നോക്കത്തുള്ളൂ. കാരണം ഈ ഫിഷിനകത്ത് നന്നായിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ മാരിനേറ്റ് ചെയ്യാനേ. അപ്പോൾ ആ ഒരു ഉപ്പും കൂടി ഈ ഗ്രേവിക്കകത്ത് ഇറങ്ങും. ഇപ്പോഴേ നമ്മൾ ഉപ്പെടുത്തിട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ചിലപ്പം കൂടുതലായിപ്പോവും. നാളെ നമുക്ക് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പം ഞാൻ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുവാണേ. ഇത് നന്നായിട്ട് തണുക്കട്ടെ കേട്ടോ. ബാക്കി ഞാൻ നാളെ കാണിക്കാവേ. ഫിഷ് പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഇന്നലെ ഉണ്ടാക്കി വെച്ചതാണേ. എന്നിട്ട് നന്നായിട്ട് തണുത്ത് നമ്മുടെ ആ പുളിയും ഉപ്പും എരിവും എല്ലാം ഈ ഫിഷിനകത്ത് ശരിക്കും പിടിച്ചിട്ട് വേണം നമ്മൾ ബോട്ടിലിനകത്താക്കാനേ. ഇന്നലെ ഞാൻ ഉണ്ടാക്കി വെച്ചപ്പോഴേ കുറച്ച് ഗ്രേവി ഇല്ലായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞില്ലേ ഒരു ദിവസം വെച്ച് കഴിയുമ്പോൾ ആ ഗ്രേവിയൊക്കെ അങ്ങ് വറ്റി ആ ഫിഷിനകത്തോട്ട് അതങ്ങ് പിടിച്ചിട്ട് നമുക്ക് എന്താണ്ട് ഇതുപോലെ കിട്ടത്തുള്ളൂ കേട്ടോ. ആ സമയം നമ്മൾ ഒട്ടും ഗ്രേവി ഇല്ലാതെ ഞാൻ ഇന്നലെ ഗ്രേവിക്ക് വേണ്ടി ഒരു സ്വല്പം വെള്ളം തിളപ്പിച്ച് ആറിയതിന് ശേഷം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇങ്ങനെയെങ്കിലും കിട്ടുന്നത് കണ്ടോ. സമയം ഒട്ടും വെള്ളം ഒഴിച്ചില്ലേ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കും. ചിലർക്ക് അതാ ഇഷ്ടം. അങ്ങനെയുള്ളവർ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇതിപ്പം ഒരു സ്വല്പം ഗ്രേവിയുള്ള അച്ചാറായിരിക്കും പലർക്കും ഇഷ്ടം. അതുകൊണ്ടാണ് ഞാനൊരു സ്വല്പം വെള്ളം കൂടെ ആഡ് ചെയ്തത്. അത് വെറുതെ വെള്ളം എടുത്ത് ഒഴിക്കരുത്. നല്ല തിളപ്പിച്ചിട്ട് തണുപ്പിച്ചതിന് ശേഷം വേണം ഇതിനകത്ത് ഒഴിക്കാനേ. എന്നിട്ട് നമ്മൾ ബോട്ടിലാക്കുന്നതിന് മുമ്പ്
സ്വല്പം ഉപ്പൊക്കെ ഒന്ന് നോക്കിയേക്കണം കേട്ടോ. ഉപ്പൊക്കെ വേണമെങ്കിൽ ഈ സമയം നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ കറക്റ്റായിട്ടുള്ള ഉപ്പും എരിവും എല്ലാം നോർമലാണ് കേട്ടോ. ഇനിയും നമുക്ക് വേണ്ടത് ഇതുപോലെ നല്ല ഗ്ലാസ് ബോട്ടിൽ വേണം എടുക്കാൻ. നമ്മൾ അച്ചാർ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു ശകലം പോലും വെള്ളം ഇതിനകത്ത് ഉണ്ടാകാൻ പാടില്ല കേട്ടോ. നല്ലപോലെ ഡ്രൈ ആയിരിക്കണം. നമ്മൾ വെയിലത്തൊക്കെ വെച്ചൊന്ന് ഉണക്കി അങ്ങനെ വേണം എടുക്കാൻ. അതുപോലെ തന്നെ ഒരു കുപ്പി തന്നെ ഇതങ്ങോട്ട് ആക്കരുതേ. ഇതുപോലത്തെ ഒരു 3-4 കുപ്പിയിലായിട്ട് വെച്ചാൽ ഉണ്ടല്ലോ, നമ്മൾ ഈ സ്പൂൺ ഇട്ട് ഇളക്കി അത് കേടാകാതിരിക്കും. 2-3 കുപ്പിയിലായിട്ട് മാറ്റി വെക്കാമെങ്കിലുണ്ടല്ലോ, ഒരെണ്ണം തീർന്നിട്ട് അടുത്തെടുത്താൽ മതിയല്ലോ. ഇത് നമ്മൾ ഒട്ടും പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ തയ്യാറാക്കുന്ന ഫിഷ് പിക്കിളാണ്. അപ്പം നമ്മളത് നന്നായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ അത് കേടുവരാൻ സാധ്യതയുണ്ട് കേട്ടോ. ആ സമയം പ്രിസർവേറ്റീവ് ചേർത്താണെങ്കിൽ നമ്മൾ സ്പൂൺ ഇട്ട് ഇളക്കിയാലും അതിനൊന്നും പറ്റത്തില്ല. അപ്പം നമ്മുടെ ഹെൽത്തിന് അത് നല്ലതല്ല. അതുകൊണ്ട് കഴിയുന്നതും ഇങ്ങനെ ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് ഈ കുപ്പിയിലേക്ക് ഒരു നിറച്ച് എടുക്കാവേ. ഈ അച്ചാർ ഇടുമ്പോഴാണേലും വേറെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ സ്പൂൺ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത്, എന്നുവെച്ചാൽ മീൻ ഉടയരുത്, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് അകത്തേക്ക് ഇടണം. എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ആ ഒരു എയർ ഇങ്ങനെ നിൽക്കാനുള്ള ഒരു ഇട വരരുതേ. അപ്പം നമ്മളിങ്ങനെ അങ്ങ് നിറച്ചങ്ങ് വെച്ച് കഴിഞ്ഞാൽ, ചിലരുടെ കുപ്പിക്കകത്ത് കണ്ടിട്ടില്ലേ ഇടയ്ക്ക് ഇങ്ങനെ പൂപ്പൽ പിടിച്ചിരിക്കുന്നതാണ്. അപ്പം ശരിക്കും നമ്മൾ അതിങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് അതങ്ങ് നിറച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം വരത്തില്ലേ. ഇതിനകത്ത് ഒരുപാട് ഗ്രേവി ഒന്നും ഇല്ല കേട്ടോ. ഈ സൈഡിലിരിക്കുന്നതൊക്കെ ഒരു ടിഷ്യൂ കൊണ്ടൊന്ന് തുടച്ചിട്ട് നല്ല പോലെ അങ്ങ് ടൈറ്റാക്കി അടച്ച് വെച്ച് കഴിഞ്ഞുണ്ടല്ലോ, ഒരു കുഴപ്പമില്ലാതെ നമ്മളിത് ഇതിനകത്ത് ഒരു പ്രിസർവേറ്റീവ്സും ചേർത്തില്ല, ഹെൽത്തിനൊന്നും ഒരു പ്രശ്നവും ഇല്ലാതെ നമുക്കിത് നല്ല ടേസ്റ്റിയോടെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും കേട്ടോ. നോൺ വെജ് കഴിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമാകും. എൻ്റെ ചാനലൊക്കെ ഇഷ്ടമാവണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്